ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയമായ ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാർത്തുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ഗുണമേന്മയുള്ള അനുകരണം. അതിന്റെ മനഃപാഠവാക്യം നമുക്ക് തന്നിരിക്കുന്നത് 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ചില പ്രാണികൾ അതിജീവിക്കാൻ അനുകരണം ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് പച്ചിലപ്രാണി അതിന്റെ ചുറ്റുമുള്ള പരിതസ്ഥിതിയിലെ ഇലകൾ പോലെ കാണപ്പെടുന്നു. അറ്റ്ലസ് പുഴു അപകടകരമായ ജീവികളെ അനുകരിക്കുന്നു. അതിന്റെ ചിറകിലെ അടയാളങ്ങൾ പാമ്പിന്റെ തല പോലെ കാണപ്പെടുന്നു. ഈ രൂപകൽപ്പന ഇരപിടിയന്മാരെ ഭയപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അവസാന നാളുകളിൽ ജീവിക്കുന്ന ദൈവജനത്തിന് യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലാതെ അനുകരണം ഒരു അതിജീവന തന്ത്രമല്ല. യേശുവിന്റെ നീതിയും കൃപയും കൊണ്ടാണ് തങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ ശേഷിപ്പ് ജനത്തിനറിയാം. ആയതിനാൽ ദൈവത്തിന്റെ നിയമം ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം അനുഭവിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും അവർക്കറിയാം. ശിഷ്യന്മാരെ നിലനിർത്തുന്നതിൽ തന്റെ കാൽച്ചുവടുകൾ പിന്തുടരാൻ യേശു അവരോട് ആവശ്യപ്പെട്ടതിന്റെ ഒരു കാരണം ഇതാണ്. കൽപ്പനകൾ പാലിക്കുന്നത് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു വിവരിച്ചു. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. യോഹന്നാന്റെ സുവിശേഷം 15:10. ഇതായിരിക്കണം യഥാർത്ഥ ജീവിതം എന്നതിന്റെ അർത്ഥം. നമുക്കുള്ള കൽപ്പനകൾ നമ്മുടെ വിശ്വാസത്തിന്റെ തെളിവാണ് എന്നത് ശരിയാണെങ്കിലും ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് അവ പാലിക്കാൻ കഴിയൂ എന്നതും സത്യമാണ്. കൽപ്പനകൾ പാലിക്കുന്നതിന്റെ ഭാഗമാണ് പ്രയാസകരമായ സമയങ്ങളിൽ പോലും ദൈവത്തിൽ എങ്ങനെ സന്തോഷിക്കാമെന്ന് പറയുന്നതാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പിയർ 4:13 എന്ന അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചപ്പോൾ ഈ സുപ്രധാന പാഠം പഠിച്ചതായി തോന്നുന്നു. മികച്ച ജീവിതം നയിക്കാൻ അവൻ പഠിക്കുക മാത്രമല്ല, അവൻ യേശുവിനെ അനുകരിക്കുകയായിരുന്നു. അന്യായമായ പെരുമാറ്റം നേരിടുമ്പോഴും ക്രിസ്തു തന്റെ പിതാവിന്റെ ഇഷ്ടം തുടർച്ചയായി പിന്തുടർന്നു. അവസാന നാളുകളിൽ ദൈവജനവും ഇത് തന്നെ ചെയ്യും. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. 1 പത്രോസ് 2:21. ഇത് പ്രയോഗത്തിൽ വരുത്തുക. നിങ്ങളെ മികച്ചവരാകാൻ പ്രചോദിപ്പിക്കുന്ന ഒരു സുഹൃത്തിനൊപ്പം സമയം ചെലവഴിക്കുക. കർത്താവായ യേശു ക്രിസ്തു വളരെ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്ന ഒന്ന്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ആയതുകൊണ്ട് ക്രിസ്തുവിന്റെ പാദങ്ങളെ അനുഗമിക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ പരിപാലിക്കേണ്ടതിനായി ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ കൂട്ടായ്മ നിലനിർത്തേണ്ടതിനായി ദൈവവുമായിട്ടുള്ളതായ ഒരു ഈടാർന്ന ബന്ധത്തിലൂടെ മുന്നോട്ട് കടന്നു പോകേണ്ടതിനായി ക്രിസ്തുവിന്റെ മാതൃകകളെ ജീവിതത്തിൽ അവലംബിച്ചുകൊണ്ട് അത് നിത്യതയോളം ദൈവസന്നിധിയില് പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മാനവരുടെയും മുൻപില് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ വായനയെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് ബർത്ത്ഡേ അനുസ്മരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് ബിബിൻ സി ഇരുവിപ്പേരൂർ സഭയാണ്. അനീന രാജൻ ജെയിംസ്
അതും ഇരുവിപ്പനൂർ സഭാവിശ്വാസികളാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദിർന്ന ഹൃദയത്തോടെ അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലാം ഈ പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങളിൽ അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ ജന്മദിനങ്ങളെ അനുസ്മരിക്കുന്ന ഈ നല്ല നിമിഷത്തിലാ ഇതുവരെ ദൈവം അവരുടെ ആയുസ്സിനെ തിരുക്കരങ്ങളിൽ വഹിച്ചത് കൊണ്ട് സ്തോത്രം. ലോകവ്യാപകമായി നടക്കുന്ന അന്യായങ്ങളും അപകീർത്തികളും തകർച്ചകളും ഒക്കെ നടക്കുമ്പോൾ തന്റെ കുഞ്ഞുങ്ങളെ വിരിച്ച ചെറിയടിയിൽ പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. ഏറിയ അനുഗ്രഹങ്ങളെ നൽകി സ്വർഗം മാനിക്കണം. രോഗാവസ്ഥകളിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, വേദനയിലായിരിക്കുന്നവർ എല്ലാവരും സമസ്ത കരങ്ങളിൽ താഴ്ത്തട്ടെ. കൃപയുടെ കരങ്ങളിൽ സൂക്ഷിക്കണം. സ്വർഗം മഹത്വം എടുക്കണം. കുറവസങ്ങളെല്ലാം ക്ഷമിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തില് ഏറ്റവും താഴ്മേടികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ പ്രഭാതത്തില് ഞങ്ങളെ സേവിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു മനോഹരമായ പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഉദ്യമത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.